മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും മതിയായ സുരക്ഷയില്ലാത്തതുമൂലം എല്ലാ ദിവസവും അപകടങ്ങൾക്ക് സാക്ഷിയാകേണ്ട ഗതികേടിലുമാണ് തിരുവനന്തപുരം പഴശ്ശിവക്കിലെ മനുഷ്യർ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇവിടെ ഉണ്ടായത് 12 അപകടങ്ങളാണ്. ഇതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികൃതർക്ക് കണ്ട ഭാവമേയില്ല. നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പരശുവക്കലിലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസത്തിനിടയിൽ മാത്രം ഈ പ്രദേശത്ത് നടന്ന അപകടങ്ങളുടെ CCTV ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. പരശുവക്കൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള 100 മീറ്റർ പരിധിയിലുണ്ടായ അപകടങ്ങളാണ് ഇതെല്ലാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒന്നും രണ്ടുമല്ല, ഉണ്ടായ അപകടങ്ങൾ 12. ദിവസങ്ങൾക്ക് മുൻപാണ് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പാറുക്കുട്ടിയമ്മ എന്ന 85-കാരി ബൈക്ക് ഇടിച്ച് മരിച്ചത്. ദിശ മാറിയെത്തിയ ബൈക്ക് യാത്രികനെ ആംബുലൻസ് ഇടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യവും പേടിപ്പിക്കുന്നതായിരുന്നു. ഇന്നലെയുമുണ്ടായി അപകടം. മറുവശത്തേക്ക് കടക്കവേ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. സ്കൂളും കോളേജും ആശുപത്രികളും എല്ലാം 1 കിലോമീറ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്നു. തിരക്കേറിയ ജംഗ്ഷനിൽ ഒരു സുരക്ഷാ സംവിധാനവുമില്ല. ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങൾ പഴക്കം. ഇത് അവിടെ സിഗ്നലിൻ്റെ ഇത് വച്ചിട്ടില്ല. അപ്പം അത് ചിലപ്പോൾ കൂടെ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം കുറച്ച് മാറുമായിരുന്നു. സിഗ്നലൊന്നുമില്ല, പെട്ടെന്ന് വന്ന് വളവിൽ വന്ന് കയറുന്നതാണ് അവിടെ. അതിൻ്റെ ഒരു ഇത് വെക്കണം നമ്മൾ കുറേ കാലം കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു വശത്തു നിന്ന് നോക്കിയാൽ മറുവശം കാണാത്ത വലിയ വളവും ആ വളവിനോട് ചേർന്ന് സുരക്ഷാ വേലിയില്ലാത്ത കുളവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മുഖ്യ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു സ്പീഡ് കൺട്രോളർ വളരെ അത്യാവശ്യമാണ്. ഒരു 4-5 അപകടങ്ങളുണ്ടായി. ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു ആഴ്ച ആയതേ ഉള്ളൂ, ഒരു സ്ത്രീ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയ്ക്കിട്ട് ഒരു മോട്ടോർ സൈക്കിൾ വന്നിടിച്ചു. അപകടങ്ങൾ തുടർക്കഥയായതോടെ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. സംസ്ഥാനത്തെ നിരത്തുകളിലുണ്ടാവുന്ന അപകടങ്ങളുടെ പ്രധാന കാരണം അമിതവേഗവും അശ്രദ്ധയുമാണ്. അതുപോലെ തന്നെയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും. അതിന് ഉത്തരവാദികൾ സർക്കാരാണ്. പരിഹാരം കണ്ടെത്തേണ്ടതും മറ്റാരുമല്ല. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ പ്രതികരണങ്ങൾ കാണും. ഒന്നാമത് വണ്ടി ഓവർ സ്പീഡാണ്. ഇവിടെ അപകടത്തിൻ്റെ ഒരു സിഗ്നലുകളോ അങ്ങനെ ഒരു ഇതുമില്ല. നല്ല വളവായിട്ട് പോലും അവിടെ നിന്ന് വണ്ടിയൊക്കെ നല്ല സ്പീഡായിട്ടാണ് വരുന്നത്. അത് പിന്നെ തമിഴിൻ്റെ ബസ്സൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മൾ ഒതുങ്ങി നിന്നേ പറ്റൂ. ട്രാഫിക്കില്ല. സ്കൂട്ടറിൽ പോകണത് കണ്ട പേടിച്ചു, നമ്മളെ ഇവിടെ ഇരുന്നാൽ പേടിച്ചു, അത്ര സ്പീഡിലാണ് പോണത്. അപകടത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോഡാണ്. ആ റോഡിൽ നിന്ന് വന്ന് കയറുമ്പോൾ ആൾക്കാർ നോക്കാതെ വരുന്നത് കൊണ്ട് വരുന്ന അപകടങ്ങളാണ്. ഒരു സിഗ്നൽ അത്യാവശ്യമാണ്.